കേൾക്കാൻ സുഖമുള്ളൊരു വാർത്ത നമുക്കൊന്ന് കേട്ടാലോ. പ്രത്യേകിച്ച് ദേവരെപ്പോലുള്ളവർ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിന് നമുക്ക് വല്ലാത്തൊരു സുഖം ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡിജിറ്റൽ മീഡിയയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ മലനാടൻ സാജൻ സ്കറിയ എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണല്ലോ. ഇവിടുത്തെ സംഘികളും ക്രിസംഘികളും ഒക്കെ ഇയാളുടെ വാർത്തയാണ് അപ്പാടെ അങ്ങോട്ട് തൊള്ളയിലേക്ക് ഇട്ടിട്ട് വെള്ളവും കുടിച്ച് വിഴുങ്ങി സത്യസന്ധമാണ് എന്ന് പറയുന്നത്. ഞാൻ ഇയാളുടെ കുറേ വീഡിയോകൾക്ക് ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് എൻ്റെ ചാനൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു മഹാനാണ്. അതായത് ഇയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളായിട്ട് വരും. ഇയാൾക്ക് ആരെ കുറിച്ചിട്ട് എന്ത് തെമ്മാടിത്തരവും തെണ്ടിത്തരവും നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് പറയാം. സംഘപരിവാറിന്റെ ഭാഗമായിട്ട് നിൽക്കും, UDFന്റെ ഭാഗമായിട്ട് നിൽക്കും. അങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ പറയുന്ന പേര് വേറെയാണല്ലോ. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി, മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നും. ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ നമ്മുടെ ഇച്ചായന് ഒന്ന് കൈയടിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം ഇച്ചായൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചായൻ്റെ ഒരു തമ്പലൈൻ ഇങ്ങനെയാണ് കേട്ടോ. ഇറാന് മുന്നിൽ നാണം കെട്ട് കീഴടക്കി ട്രംപ്, വഴങ്ങാതെ ഇസ്രയേൽ. ആഹാ, ഇത് കേട്ടപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു സുഖം തോന്നിയില്ലേ? ലോകരാജ്യത്തെ നമ്പർ 1 ആയിട്ടുള്ള ലോക പോലീസ് എന്ന് ചമഞ്ഞ് നടക്കുന്ന നമ്മുടെ ട്രംപ് അമ്മാവൻ ഇറാനിന്റെ മുന്നിൽ മുട്ടുമടക്കിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഇറാനും US-ഉമായിട്ട് കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഈ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരനും ട്രാക്കുളയുമായിട്ടുള്ള നെതന്യാഹുവിന് നമ്മുടെ ട്രംപ് മാമൻ താക്കീത് കൊടുത്തിട്ടുണ്ടെന്നും കൂടെയാണ് കേൾക്കുന്നത്. കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ഇച്ചായൻ പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ഇച്ചായൻ ഇതൊന്നും കണ്ടിട്ട് ഇച്ചായൻ എനിക്കിട്ടൊന്ന് സ്ട്രൈക്ക് ഒന്നും അടിച്ചേക്കല്ലേ. നമുക്കെന്തായാലും ഇച്ചായൻ പറയുന്ന കേൾക്കുമ്പോഴല്ലേ അതൊരു സുഖം ഉണ്ടാകുന്നത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിന് 3 ദിവസം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം തീരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ദിവസങ്ങൾക്കകം യുദ്ധം ജയിച്ച് ഇറാനെ തവിടുപൊടിയാക്കി മടങ്ങുമെന്നാണെങ്കിൽ പിന്നീട് അത് സാധ്യമല്ല, ഇറാൻ ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഡീലിന് വേണ്ടി കെഞ്ചുകയാണ്. ഞങ്ങൾ ഡീലിന് തയ്യാറാകുന്നു എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്നു, ഡീൽ റെഡി എന്ന് ട്രംപ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും സഹമന്ത്രിയും മാത്രമല്ല, മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം കൊടുത്ത പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്നലെ ഔദ്യോഗികമായി പറഞ്ഞു, ധാരണയിലെത്തി, ചർച്ചകൾ പൂർത്തിയായി, ഈ വെള്ളിയാഴ്ച സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന്. അധികം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രാജ്യമല്ല ഇറാൻ. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു, സമാധാന ചർച്ച പുരോഗമിക്കുകയാണ്, ഇതിനു മുൻപ് ഇത്തരമൊരു സാധ്യത ഉണ്ടായിട്ടേയില്ല എന്ന്. ഇന്നലെ ഇറാനും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തു, കരാർ രൂപരേഖയായി, വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന്. യഥാർത്ഥത്തിൽ മധ്യസ്ഥത വഹിച്ചതും ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതും ഒക്കെ ഖത്തറാണ്. ഇന്നലെ ദോഹയുടെ മധ്യസ്ഥർ ടെഹ്റാനിലുണ്ടായിരുന്നു. അവസാന ഡ്രാഫ്റ്റിംഗ് അവരുടെ സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് പൂർത്തിയാക്കിയത്. എന്നാൽ ഇസ്ലാമാബാദ് ഇത് കേട്ടിട്ട് സന്തോഷം തോന്നുന്നില്ലേ മക്കൾ? ഈ അമേരിക്കയെ കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു കഴിഞ്ഞ ഈ യുദ്ധം. നമ്മുടെ ഇച്ചായൻ ഇങ്ങനെ ചാനലിനകത്ത് ഓരോ ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറാൻ ഇപ്പൊ ഭസ്മമാകും, ഇറാനെ തവിടുപൊടി, ഇറാൻ ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കാലിൽ വീണ് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുള്ള അതേ ആള് തന്നെയാണ് വന്നിട്ട് ഈ പറയുന്നത്, ഇറാന്റെ മുമ്പിൽ ട്രംപ് മുട്ടുകുത്തി, ട്രംപ് തോറ്റു തുന്നം പാടി, ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് ഇവർ കരാറിൽ ഒപ്പുവെക്കാൻ പോകുകയാണ് എന്നുള്ള വാർത്ത. അത് സത്യസന്ധമായിട്ടുള്ള വാർത്ത. പക്ഷെ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരൊറ്റ കുഞ്ഞു പോലും വിശ്വസിക്കില്ല. കാരണം ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ ലോക പോലീസ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടന്ന അമേരിക്കയെ ഇത്രയധികം അധംപതനത്തിലേക്ക് എത്തിച്ചതും, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ വെറുക്കപ്പെട്ടതും ഈ സംഭവം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും വിലപിടിപ്പുള്ള അത്യാധുനിക ആഡംബരമായ അപ്പാച്ചി ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിവെച്ചിട്ടത്. അപ്പൊ ഇറാന്റെ ഒരു കൂടെയും ഇവരാരും ചൊറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഇനിയാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ഇച്ഛായ. കാരണം ഈ വിഷയത്തിൽ അമേരിക്കയും ഇറാനും ആകപ്പാടെ കൂടിക്കണ്ടത് ഇസ്ലാമാബാദിൽ വെച്ചാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് അത് പൊളിഞ്ഞു പോയെങ്കിലും അതല്ലാതെ മറ്റൊരു കൂടിക്കാഴ്ച നടക്കാത്തത് കൊണ്ട്, ആ കൂടിക്കാഴ്ചയ്ക്ക് പേര് കൊടുക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന തരത്തിൽ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഖത്തറാണ് നേതൃത്വം കൊടുത്തത്, ഖത്തറാണ് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത്, ഖത്തറാണ് സമാധാന കരാറിന്റെ അവസാനത്തെ ഡ്രാഫ്റ്റ് പോലും ഇറാനെ വിശദീകരിച്ച് തൃപ്തിപ്പെടുത്തിയത്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച്
കരാറിൽ ഒപ്പുവയ്ക്കുന്നപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സമാധാന കരാറിന്റെ കാര്യത്തിൽ ധാരണയിലെത്തിയതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ ബ്ലോക്കേഡ് പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. എന്നാൽ ഇറാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ഒപ്പിട്ടതിന് ശേഷമായിരിക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നത് എന്നാണ്. എന്തായാലും ആദ്യമായി ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ യുദ്ധം അവസാനിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാവുകയും പശ്ചിമേഷ്യ ഊർജ്ജസ്വലരായി രംഗത്തെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന UAE, അവിടെ നീണ്ട പ്രതിസന്ധിയായിരുന്നു ഇത്രയും കാലം. ആ പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുന്നു. കുതിച്ചുയർന്നുകൊണ്ടിരുന്ന എണ്ണവില താഴോട്ട് വീണു. ഓഹരി വിപണിക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഉണർവുണ്ടായി. കഴിഞ്ഞ 2-3 ദിവസമായി തിരക്കിട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. ഏതാണ്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ ഇന്നലെ ലെബനോനിൽ വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നതും നിരവധി പേരെ കൊല്ലുന്നതും. ഇതോടുകൂടി ഇറാൻ പ്രകോപിതരാവുകയും സമാധാനത്തോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുതേ എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ട്രംപ് ആവട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിക്കാവുന്ന തെറിയൊക്കെ പച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാധാരണ സായിപ്പന്മാർ സംഭാഷണ മധ്യേ ഉപയോഗിക്കുന്ന F വേർഡ് പലതവണ ഉപയോഗിച്ചാണ് ട്രംപ് ഇന്നലെ പരസ്യമായി നെതന്യാഹുവിനെ ചീത്ത വിളിച്ചത്. പക്ഷെ നെതന്യാഹു കമാന്നൊരക്ഷരം പ്രതികരിച്ചില്ല. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നത് തന്നെയാണ്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നിൽക്കില്ല. സമാധാന കരാറെങ്കിൽ ഹിസ്ബുള്ളയോടും മിണ്ടാതിരിക്കാൻ പറയണം. അതുപോലെ തന്നെ ഈ സമാധാന ശ്രമത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നമാണ്. സമാധാന കരാറിൽ ലെബനോനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമാധാന കരാർ നിലവിൽ വന്നാൽ ഇസ്രായേൽ ലെബനോന് നേരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമിക്കാൻ പാടില്ല എന്ന ഇറാന്റെ ശാഠ്യത്തിന് വഴങ്ങിയെന്നർത്ഥം. എന്നാൽ ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ തങ്ങൾക്കിത് ബാധകമല്ല, തിരിച്ചടിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ട്രംപ് നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. സമാധാനം ആഗ്രഹിക്കാത്ത ഹിസ്ബുള്ള ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും എന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട്. അത്തരം പ്രകോപനമുണ്ടായാൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യും. ഇത് സമാധാന കരാറിനെ ബാധിക്കുമോ എന്നത് മാത്രമാണ് ബാക്കിയാവുന്ന സംശയം. എങ്കിൽ പോലും യുദ്ധം അവസാനിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് ഈ സമാധാന കരാർ ഇറാന് അനുകൂലമായതുകൊണ്ട് തന്നെ ഇത് നടപ്പിലായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അക്ഷരാർത്ഥത്തിൽ വിയറ്റ്നാം യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തോൽവിയായി മാറുകയാണ് അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധവും. വിയറ്റ്നാം യുദ്ധത്തിൽ ഏതാണ്ട് 58,000 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നാമമാത്രമായ പട്ടാളക്കാർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. കാരണം അമേരിക്കൻ കരസേന ഇറാനിൽ ഇറങ്ങിയിരുന്നില്ല. പരമ്പരാഗത യുദ്ധരീതിയിലെ മുൻതൂക്കവും വ്യോമാക്രമണത്തിലെ ശേഷിയുമൊക്കെ ആത്മവിശ്വാസത്തിലെടുത്തായിരുന്നു 1965 മുതൽ 73 വരെ നീണ്ട വിയറ്റ്നാം യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയത്. പക്ഷേ വിയറ്റ്നാമിന്റെ തുരങ്കങ്ങളും അവരുടെ ഗറില്ല പോരാട്ടങ്ങളും അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി. എന്തായാലും നമ്മുടെ ഇച്ചായന്റെ ഈ ഒരു വാർത്ത കേട്ട നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? കാരണം ഇത് കേൾക്കുന്നത് ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്ത 100% വിശ്വസിക്കാം അല്ലേ? ഇറാന്റെ മുമ്പിൽ അമേരിക്കയും ഇസ്രയേലും അടിയറവ് പറഞ്ഞു എന്ന് മാത്രമല്ല കാൽക്കൽ വീണ് മാപ്പ് വരെ ചോദിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് എത്രയും ബില്യൺ ഡോളറും ഇറാന് അമേരിക്ക നൽകാം എന്നുള്ള വാഗ്ദാനവും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു സമാധാന കരാറിലേക്ക് ഒപ്പുവെക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഒരിക്കലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ തന്തയില്ലായ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കില്ല അറിയാം. ഇനി ഈ ഒരു സമാധാന കരാർ ഒപ്പുവെച്ചതിന് ശേഷം ഇസ്രയേൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അമേരിക്ക ഇനി ഇസ്രയേലിന്റെ ഭാഗമായി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇറാനെ ഇനി തോണ്ടിയാൽ ഇറാൻ കയറി മാന്തി പൊളിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. കാരണം 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തീർത്ത് കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോക പോലീസ് ചമഞ്ഞ് നടന്ന ഇവന്മാരെല്ലാം വന്ന് 35 ദിവസത്തോളം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും ഇറാൻ ജനതയുടെയും ഇറാൻ ഭരണകൂടത്തിൻ്റെയും ആത്മവിശ്വാസവും സമർപ്പണവുമാണ് അവർക്ക് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു. എന്തായാലും നன்றി അണ്ണൻ്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ ഇനി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും